എനിക്കൊരു അതേക്കാ വലിയ അത്യാവശ്യം ഒരു ലിഫ്റ്റ് വേണം. ഞാൻ അങ്ങോട്ടല്ല. ഞാനും അങ്ങോട്ടല്ല. പിന്നെ നീ അങ്ങോട്ടാ? നീ അങ്ങോട്ടാ. ഞാൻ എങ്ങോട്ടെങ്കിലും. എന്നാ ഞാനും അങ്ങോട്ടാ. വണ്ടി എടുത്തു വിട്ടു 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 വിട്ടു. എടാ നീരജേ, നീ എന്താടാ ഒരുമാതിരി അവാർഡ് സിനിമയും സ്ഥലമാറ്റം കിട്ടിയെന്നെ പോലെ? ഒന്ന് സ്പീഡ് കൂട്ടാൻ നിനക്ക് വല്ലതും തരണോ? നീ വലിഞ്ഞേറി വന്നതല്ലേ, അല്ലാതെ ഞാൻ വിളിച്ചു കയറ്റിയൊന്നല്ലോ. ഈ വണ്ടിക്ക് ഇത്ര സ്പീഡ് ഉള്ളൂ. ഇനി ഇതിലും സ്പീഡ് വേണമെങ്കിൽ മോനെ ആ ഓട്ടോ പോയി കയറിക്കോ പോ. തമാശക്കാർ. ഇവനെന്താ ഇക്ലി എന്ന വികാരം ഇല്ലേ? എടാ എനിക്ക് ഈ സ്പീഡ് മതി, നീ വണ്ടി എടുത്തേ. എന്താടാ നീരജ് നിനക്ക് പറ്റിയത്? 2 ദിവസമായി ഞാൻ ഒരുത്തിയെ വളയ്ക്കാൻ നോക്കുന്നു. അവളൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞു പറ്റൂലെന്ന്. അപ്പൊ അതാണ് കാര്യം, ഒരു നിരാശാകാമുകൻ ലൈൻ. എടാ അവള് പറ്റില്ല എന്ന് പറഞ്ഞാ കരഞ്ഞോണ്ടിങ്ങ് പോരല്ലേ വേണ്ടത്, തിരിച്ച് 4 പറഞ്ഞിട്ട് വരണം. എനിക്കതൊന്നും അറിയില്ല ടോണി. എടാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഈ പെൺപിള്ളേർക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്ന ആമ്പിള്ളേരെ ഇഷ്ടം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റൂ. എന്നാലും നീ എൻ്റെ വണ്ടി വന്ന് കയറിയത് എനിക്ക് ഇഷ്ടമായില്ല. ആണല്ലോ. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇഷ്ടപ്പെടാലോ. സുനിലെ, പാർവതി, നീ പോയി ബില്ലടച്ചേ. എന്താ? അതൊക്കെ ഉണ്ട്. മാളിന്റെ ഫ്രണ്ടിലൂടെ നായിക ദൂരേക്ക് ഓടിപ്പോകുന്നതാണ്. അതിന്റെ ഒരു ഡ്രീം സീക്വൻസ് എന്റെ മനസ്സിലുണ്ട്. ഇതൊരു സംഭവ. ഈ ഒരൊറ്റ സീന് എല്ലാവരും പിടിച്ചിരുത്തി കളയും. എന്തിനാണ് അവൾ ഓടിപ്പോകുന്നതെന്ന് ചിന്തിച്ചിട്ട് അവിടെ സസ്പെൻസ് വർക്കൗട്ട് ചെയ്യും. ഫിലിം കഴിഞ്ഞ് നമ്മള് സംവിധായകന്റെ പേര് കാണിക്കുന്നേയില്ല. പിന്നെ എന്റെ പേര് എഴുതി കാണിക്കാതെ സംഭവം നടക്കില്ല കേട്ടോ. ഇതൊന്ന് പറയട്ടെ, എല്ലാം കഴിഞ്ഞ് നിന്റെ മൂക്കിൽ എങ്ങനെ? അപ്പൊ നീ പറയും, അങ്ങനെ നായകനും നായികയും ഒന്നായി. ഞാൻ സംവിധായകൻ റോബിൻ. വെറൈറ്റി ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ രജീഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ ഏതോ ഒരു നൈജീരിയൻ സിനിമ കണ്ടുവച്ചിട്ടുണ്ട് അത്രേ, ചൂണ്ടാൻ. ഇനി നൈജീരിയ എത്യോപ്യൊക്കെ രക്ഷയുള്ളൂ. കാനഡയും കൊറിയയൊക്കെ നമ്മുടെ സിനിമക്കാരെ ചൂണ്ടി ചൂണ്ടി ഒരു തീരുമാനമായി. നിങ്ങൾ സിനിമക്കാരാ? അതെ, ചെറിയ സിനിമക്കാരാ, ഷോർട്ട് ഫിലിം. അയ്യേ, ഹലോ, അത്രക്ക് പുച്ഛം വാരി വെതറണ്ട. ഇപ്പൊ ഫീൽഡിലെ പല സിനിമാക്കാരും ഷോർട്ട് ഫിലിമിനാ തുടങ്ങിയത്. അതറിയാം. ഇതൊരു വാതിലാണ് സിനിമയിലേക്ക്. ഇവിടെ കഴിവ് തെളിച്ചാ വിളി വരും. വിളി എവിടെന്നാണ് നോക്കിയാ മതി. ഈ ഇരിക്കുന്ന ആരാന്നറിയോ? ആരാ? സംവിധായകൻ ജോസഫ് ആട്ടക്കുളത്തിന്റെ മകനാ റോബിൻ. ആണോ? ആ, എന്നാ ഷൂട്ടിംഗ് തുടങ്ങുന്നേ? ഒരു തിരക്കഥ കിട്ടിയാ അപ്പൊ തന്നെ തുടങ്ങും. അപ്പൊ തിരക്കഥ ഇല്ലേ? തിരക്കഥ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവോ? ഷൂട്ട് തുടങ്ങൂലേ? അതെ അതെ, ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതും. ഇതിനാണ് തേടിയ വള്ളി നിക്കറ് കാലിന്റെ മോഴത്തിനുണ്ടായിരുന്നു എന്ന് പറയണത്. അതെ, ഞങ്ങൾക്ക് വേണ്ടി ഒരു കഥ എഴുതി തരാൻ പറ്റുമോ? മാറ്റൂ, ശ്രമിക്കാം. ഒരു കിടിലൻ ത്രെഡ് ഉണ്ട്, വേണമെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാം. എന്താ കഥ? ഷോർട്ട് ഫിലിം എടുക്കാൻ പോകുന്ന എഞ്ചിനീയറിംഗ് പിള്ളേരെ കഥയാ. ഇതിപ്പോ നമ്മുടെ കഥയല്ലേ, നമ്മളിതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ കഥയെന്ന് പറയുന്നത് കേരളത്തിലെ പകുതിയോളം വരുന്ന യുവാക്കളുടെ കഥയാ. അതെ, അത് തന്നെ. ഉഷാറായിട്ടുണ്ട്. ബാക്കി പറ. ബാക്കിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. ബൈ, അത് തന്നെ. സംഭവം ഉറപ്പിച്ചോ? അപ്പോ ഇന്നെ എഴുതി തുടങ്ങിക്കോ. ഞാൻ ഇപ്പൊ തന്നെ എഴുതി തുടങ്ങി. സംഭവം കീച്ചാക്കാം. സംഭവം ഞാൻ എഴുതാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ? എന്നെ നായകനാക്കണം. അപ്പോ അഭിനയമോഹത്തിന്റെ അസ്കിത ഉണ്ടല്ലേ? ശരി, ഒരു സീൻ അഭിനയിച്ച് കാണിച്ചേ നോക്കട്ടെ. മരിക്കാൻ പോകുന്നൊരു ഹൃദ്രോഗിയായിട്ട് അഭിനയിക്കാൻ പോന്നെ കണ്ടോ? വിക്കിയുടെ കാലം കഴിഞ്ഞു, വിക്കി ഇനിയില്ല. ആവശ്യത്തിൽ കൂടുതൽ ഭാരങ്ങളായി ഞാനിതാ യാത്രയാവുന്നു. നേതാജി റോഡിലെ പാർക്കിലെ ബെഞ്ചിൽ സന്ധ്യക്ക് നീ വരുമ്പോ നീ എന്നെ ഓർക്കണം. അമല, എന്റെ നെഞ്ച് പൊട്ടിപ്പോന്ന പോലെ എനിക്ക് താങ്ങാനാവുന്നില്ല. കണ്ടൂടെ? ഇല്ലെന്ന്.
അയാൾ അമേരിക്കയിലെ കൊടുങ്ങല്ലൂർ ഭരണിക്കാണ് ജനിച്ചതെന്ന് തോന്നുന്നു. ഇതൊരു പുളിച്ച തെറിയാടാ. ശരിയാ, ഈസ്റ്റിട്ട് കുളിപ്പിച്ച തെറി. ഓ. നീ മിണ്ടരുത്. നീ ഒരൊറ്റ ഒരുത്തൻ കാരണ ഈ നടു റോഡ് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. പെറ്റി അടിച്ചാൽ തീരുന്ന സംഗതിയായിരുന്നു. അത് ടോണി, നീ പറഞ്ഞല്ലേ ഉരുളക്ക് പേര് വല്ല മറുപടി കൊടുക്കണമെന്ന്. പോലീസുകാരനോടൊപ്പം ഉരുളക്ക് ഉപ്പേരിയായിട്ടില്ലെന്നത്. കർത്താവേ, എന്റെ ലേഡീസ് ഫാൻസ് കണ്ട എന്ത് വിചാരിക്കും? സാറേ, ഒന്ന് സ്റ്റേഷനിൽ എന്താടാ? കൊണ്ടുപോകും. ഇതേ കണക്കിന് അവിടെ ചെന്ന് ഒറ്റക്കാലിൽ എത്ര നേരമാണോ വെച്ചാൽ നിന്നേരാ. പക്ഷെ ഇവിടെ നിന്നാ എന്റെ ഫാൻസ് കണ്ടാ മോശം. അങ്ങനെയാണ്. എന്നാ നീ ഇവിടെ തന്നെ നിന്നാ മതി. എടാ, ഈ നിൽപ്പ് നിൽക്കുമ്പോ നിനക്ക് വല്ല ഓർമ്മ വരുന്നുണ്ടോടാ? ഇല്ല. എനിക്ക് പലതും ഓർമ്മ വരുന്നുണ്ട്. ആ, നിനക്ക് തോന്നും എന്റെ പ്രായം അതാണല്ലോ. ടോണിയല്ലേ? അതെ സാർ. എന്തു പറ്റി പിള്ളേരെ? പിന്നെ പോലീസ് നോക്കിയതാ. എന്തിനാ പൊക്കിയത്? ആ, ടോണിയുടെ സാറാല്ലേ? അതെ, ഞാൻ നീരജ്. സോറി സാർ. നിങ്ങളുടെ പ്ലാനിങ് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു നോക്കാം. ഞാനൊരു അധ്യാപകനല്ലേ. ഏത് പോലീസുകാരനും അതിനൊരു ബഹുമാനം തരാതിരിക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞ ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല. അധ്യാപകന്റെ ഒരു പവർ അതാ. നിങ്ങൾക്ക് പുച്ഛമാണല്ലോ. സാറേ, ആ നിൽക്കുന്നവർ എന്റെ പിള്ളേരാ. അവരെ ഒന്ന് വിടണം സർ. അതുവരെ താനാരാ? ഞാൻ അവരുടെ മാഷാണ് സർ. 1ാം ക്ലാസ്സിലെ പിള്ളേരെ തറപറ പഠിപ്പിച്ച മാഷല്ലേ നീയൊക്കെ? ഇത്രയൊക്കെ ബഹുമാനേ തരാൻ പറ്റുള്ളൂ. പോയിക്കോ. കുരുത്തം കെട്ടവന്മാര് ഒന്നാണ് കേട്ടോ.